ഏക പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തെ സ്തുതിച്ച് വാഴ്ത്തുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഇതുവരെ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത ബഹുമാന്യ കർത്താവിന്റെ ദാസൻ എബ്രഹാം ജോസഫ് പാസ്റ്ററോടുള്ള കൃതജ്ഞതയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിടുക്കത്തോടെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഭാഗങ്ങൾ നമുക്ക് ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. പ്രത്യേകിച്ച് 2 കഥാപാത്രങ്ങൾ 17-ാം അധ്യായത്തിൽ. ഒന്ന്, വളരെ കടുംചുവപ്പ് നിറമുള്ള ഒരു മൃഗവും അതുപോലെ രക്താംബരം ധരിച്ച, എന്ന് വെച്ചാൽ കടുംചുവപ്പ് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയും. കർത്താവിന്റെ ദാസൻ പല കാര്യങ്ങൾ നമ്മെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തി. പുതുതായും അദ്ദേഹം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. അത് എതിർക്രിസ്തുവിനെയും എതിർക്രിസ്തുവിന്റെ മണവാട്ടിയെന്നോ ഭാര്യയെന്നോ അല്ലെങ്കിൽ സാത്താന്റെ മണവാട്ടിയെന്നോ ഒക്കെ വിളിക്കപ്പെടാവുന്ന വ്യാജ മതത്തെയും അഥവാ വ്യാജ സഭയെയുമാണ് കുറിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ വ്യാജ മതം അഥവാ ആ സ്ത്രീയെ പരിചയപ്പെടുവാൻ പല സൂചകങ്ങൾ നമുക്ക് ഈ 17-ാം അധ്യായത്തിൽ ലഭിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നലെയും അതേക്കുറിച്ച് കണ്ടു. അതിലേറ്റവും ഒടുവിലത്തെ സൂചകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് 6-ാമത്തെ വാക്യം. ഒന്നും കൂടെ 6-ാമത്തെ വാക്യം വായിച്ചാൽ, വേഴ്സ് നമ്പർ 6. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. സ്തോത്രം. നാം അവിടെ കാണുന്നത് ഈ സ്ത്രീയുടെ അതാരാണെന്നതിന് ഉള്ള മറ്റൊരു തെളിവാണ്. നാം അവിടെ കാണുന്നത് ഈ സ്ത്രീ വിശുദ്ധന്മാരുടെയും യേശുക്രിസ്തുവിന്റെ ദാസന്മാരുടെയും രക്തം കുടിച്ച് മത്തയായിരിക്കുന്നു. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ നമ്മോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ സമയത്ത് ഞാൻ വരുന്ന വഴിക്ക് അത് കേട്ടുകൊണ്ട് വരികയായിരുന്നു. നമ്മളും ഇന്നലെയും ഇനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് 2 കാര്യങ്ങളെ കുറിച്ച് കണ്ടു. ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സർക്കാർ സാമ്രാജ്യം. മറ്റൊന്ന്, ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച മതം അല്ലെങ്കിൽ മതസംഘടന. ഏറ്റവും അധികം ക്രൈസ്തവ പീഡ അഴിച്ചുവിട്ട ഭരണകൂടം റോമൻ ഭരണകൂടമാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഏറ്റവും ക്രൂരമായി, വളരെ ഭയാനകമായ തരത്തിൽ ക്രൈസ്തവ പീഡ ആരംഭിച്ചത് റോമൻ സർക്കാരായിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. അതിന്റെ ഇനാഗുറേഷൻ, ഉദ്ഘാടനം നിർവഹിച്ചത് നീറോ ചക്രവർത്തിയായിരുന്നു. നീറോ ചക്രവർത്തിയുടെ വാളിനാലാണ് നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലൻ പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. അതേ നീറോ ചക്രവർത്തിയാൽ തന്നെയാണ് ഏതാണ്ട് അതേ സമയത്ത് തന്നെ അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ എന്നറിയപ്പെട്ടിരുന്ന
പത്രോസ് ലീഹ തലകീഴായി ക്രൂശിക്കപ്പെടുന്നത്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസികളെ, ക്രിസ്തീയ പ്രവർത്തകരെ അതിദാരുണമായി കൊന്നൊടുക്കിയ ഭരണകൂടം, അതിന് തുടക്കം കുറിച്ച രാഷ്ട്രീയ ഭരണകൂടമായിരുന്നു റോമ ഗവൺമെന്റിൻ്റെത്. ചരിത്രത്തിൽ 1, 2, 3 നൂറ്റാണ്ടുകൾ, പ്രത്യേകിച്ച് 1ഉം 2ഉം നൂറ്റാണ്ടുകൾ, ഏതാണ്ട് AD 64 മുതൽ തുടങ്ങിയെന്ന് പറയാം. AD 64 മുതൽ AD ഏതാണ്ട് 306 വരെയുള്ള കാലഘട്ടങ്ങൾ ക്രൈസ്തവരെ അതിദാരുണമായി പീഡിപ്പിച്ച ഭരണകൂടമായിരുന്നു റോമ ഗവൺമെന്റ്. റോമ സർക്കാർ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം അതിന്റെ തുടക്കകാലത്ത് മതപരമായ കാര്യങ്ങൾക്ക് അധികം ഊന്നൽ കൊടുത്തിരുന്നില്ല. അവർ നിയമങ്ങൾക്കും പട്ടാള വിന്യാസങ്ങൾക്കും നിയമങ്ങൾക്കുമൊക്കെയാണ് അധികം പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദ മതത്തിന്, യഹൂദർക്ക് അവരുടെ മതം സ്വാതന്ത്ര്യത്തോടുകൂടെ ആചരിക്കുന്നതിനുള്ള സൗകര്യം റോമ ഗവൺമെന്റ് കൊടുത്തിരുന്നു. റോമൻ സാമ്രാജ്യ വാഴ്ചക്കാലത്ത് യഹൂദന്മാർ റോമക്കാരുടെ രാഷ്ട്രീയ അടിമകളായിരുന്നു. അവർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്നാൽ അവർക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. Under the Roman Empire, Israel or Jews did not have political freedom, but they enjoyed religious freedom in its fullness. കുഴപ്പമില്ലായിരുന്നു അതിൽ. അതുകൊണ്ട് ക്രിസ്തീയ സഭ ഉടലെടുത്തപ്പോൾ അത് യഹൂദ മതത്തിന്റെ ഒരു ഭാഗം ആണ് എന്ന ധാരണയായിരുന്നു റോമക്കാർക്ക്. അതുകൊണ്ട് ക്രിസ്തീയ സഭയുടെ ആരംഭകാലങ്ങളിൽ ഗവൺമെന്റിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന്, റോമക്കാരിൽ നിന്ന് ദൈവസഭയ്ക്ക് എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. യഹൂദന്മാർക്ക് റോമ ഭരണത്തിന്റെ കീഴിൽ അനുഭവിപ്പാൻ കഴിഞ്ഞിരുന്ന സ്വാതന്ത്ര്യം ക്രിസ്തീയ സഭയ്ക്കും ആദ്യകാലങ്ങളിൽ ലഭിച്ചു. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി രണ്ടും രണ്ടാണ്. അതുകൊണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സഭയുടെ പീഡകർ, ഉപദ്രവിക്കുന്നവർ യഹൂദന്മാരായിരുന്നു, റോമക്കാരല്ലായിരുന്നു. എന്നാൽ പിന്നീട് റോമ ഗവൺമെന്റ് ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചു തുടങ്ങി. റോമ ഗവൺമെന്റ്. ഇപ്പൊ ആദ്യത്തെ പീഡ യഹൂദ മതത്തിൽ നിന്നായിരുന്നു. സ്തേഫാനോസിന്റെ കൊലപാതകം, രക്തസാക്ഷിത്വം, ആ പീഡയായിരുന്നു അവർക്ക്. ആ പീഡ, യഹൂദന്മാരുടെ പീഡയാലായിരുന്നു ദൈവസഭ ആദ്യം ചിതറിപ്പോയത്. എന്നാൽ പിന്നീട് ഗവൺമെന്റ് അവർക്കെതിരായി, ഭരണകൂടം അവർക്കെതിരായി. അതാണ് നമ്മൾ പഠിച്ചത് AD 64 മുതൽ നീറോ ചക്രവർത്തിയുടെ ഒരു മാനസിക വൈകൃത പ്രവൃത്തി കൊണ്ട് ഉണ്ടായ പീഡ. റോമാ നഗരത്തിന് തീ വെച്ചിട്ട് അത് ക്രൈസ്തവരുടെ മേൽ ആരോപിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയ ഒരു രീതി. അത് പിന്നീട് വന്ന ചക്രവർത്തിമാരും ഒരു രസമായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നാണെങ്കിൽ ആൾക്കാർക്ക്
മറ്റ് പലതരം വിനോദങ്ങളുണ്ട്. അന്ന് ഇന്നത്തെ പോലെയുള്ള വിനോദ പരിപാടികളൊന്നുമില്ല. എന്തെങ്കിലും വിനോദം വേണമെങ്കിൽ നേരിട്ട് അവർക്ക് കാണണം, അങ്ങനെയുള്ള സംഗതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പണവും പത്രാസും ധാരാളം ഉണ്ടായിരുന്ന ഈ ഭരണാധിപന്മാർ അവരുടെ വിനോദത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. അവരാണല്ലോ നിയമം ഉണ്ടാക്കുന്നത്. അങ്ങനെ നിയമങ്ങൾ പലതും ഉണ്ടാക്കി. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ കൊളോസിയംസ്, കൊലക്കളങ്ങളാണവ. അതുപോലെ തന്നെ വലിയ കളികൾ നടക്കുന്ന സ്റ്റേഡിയങ്ങളാണ്. മൃഗയുദ്ധം പോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കും. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഈ രാജാവും ചക്രവർത്തിയും അവരുടെ പരിവാരങ്ങളും ഒക്കെ കൂടെ വിനോദത്തിന് കൂടുന്ന ഇടങ്ങളിൽ ക്രിസ്ത്യാനികളെ കൊണ്ട് തന്നെ അവരുടെ വിനോദത്തിനായിട്ട് ഉപയോഗിച്ചു. തോട്ടങ്ങളിൽ ക്രിസ്ത്യാനികളെ മെഴുക തുണി ചുറ്റി തീപ്പന്തങ്ങളായി കത്തിച്ചു നിർത്തി. അവരെ വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ഈ കൊളോസിയങ്ങളിൽ ഡോക്യുമെന്ററീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. സിംഹം തുടങ്ങിയുള്ള വന്യമൃഗങ്ങളെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടിട്ട് ന്മാരെ ഈ കൊളോസിയങ്ങളിൽ കൊണ്ടു നിർത്തി നാളുകളോളം ജയിലിൽ പിടിച്ചിട്ടിരുന്നിട്ടാണ്. ഒരുപക്ഷെ ആഹാരം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ഈ മൃഗങ്ങളോടൊന്നും എതിർത്ത് നിൽക്കാനോ ഓടി രക്ഷപ്പെടാനോ പോലും കഴിയാത്ത മാനസികവും ശാരീരികവുമായ നിലകളിലേക്ക് ഈ ക്രിസ്ത്യാനികളെ തടവിലിട്ട് ആക്കിയ ശേഷം ദിവസങ്ങളോളം പട്ടിണിക്കിട്ടിരിക്കുന്ന വന്യമൃഗങ്ങളെ ഇവർക്ക് നേരെ കൂട് തുറന്നു വിടുന്നു. ഈ വലിയ കൊലക്കളങ്ങളിൽ, കൊളോസിയങ്ങളിൽ ഈ സിംഹം തുടങ്ങിയുള്ള വന്യമൃഗങ്ങൾ ഈ വിശുദ്ധന്മാരെ വേട്ടയാടുന്നു. അവരെ കടിച്ചു കുടഞ്ഞ് അവരുടെ മാംസം തിന്നുന്നു. ഇത് കണ്ട് ഈ വിശുദ്ധന്മാരുടെ പ്രാണവെപ്രാളം കണ്ട് അട്ടഹസിക്കുന്ന, രസിക്കുന്ന ഭരണാധിപന്മാർ വിരോധത്തിനു വേണ്ടി മാത്രമല്ല, വിനോദത്തിനു വേണ്ടിയും അവർ ദൈവമക്കളെ കൊന്നു. വിരോധം കൊണ്ടും വിനോദത്തിനു വേണ്ടി. അങ്ങനെ ക്രൈസ്തവ പീഠ ആരംഭിക്കുകയും അതിദാരുണമായി നടപ്പാക്കുകയും ചെയ്ത ഭരണകൂടം റോമൻ ഭരണകൂടമാണ്. അവരുടെ തലസ്ഥാനമാണ് റോം, വത്തിക്കാൻ സിറ്റി എന്നൊക്കെ ഇന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ പീഠകളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കഴുത്തുവരെ, ഒരു മനുഷ്യന്റെ കഴുത്തുവരെ ആഴമുള്ള കുഴി. ആ കുഴിയിലേക്ക്, കഴുത്തിനും മുകൾ ഭാഗം കുഴിക്ക് മുകളിലാണ്, ശരീരം മുഴുവനും കുഴിയിൽ. അതിലേക്ക് ഉമി പോലെയുള്ള നീറുന്ന വസ്തുക്കൾ ഇട്ടിട്ട് ഈ ക്രിസ്ത്യാനികൾക്ക് പീഡ നൽകുന്നു. കഴുത്തുവരെ അവരെ അങ്ങനെ ഇട്ടിട്ട് ആ ഉമി പോലെയുള്ള, ചകിരി പോലെയുള്ള, പുകഞ്ഞു പുകഞ്ഞ് നീറി കത്തുന്ന ആ വസ്തുക്കൾക്ക് തീ കൊടുക്കുന്നു. ഈ വിശുദ്ധന്മാർ ദീർഘമണിക്കൂറുകൾ കൊണ്ട് നീറി ഇഞ്ചിഞ്ചായി ചാകുന്നു. അപ്പോഴും അവർ ആക്രോശിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ തള്ളിപ്പറക. എന്നാൽ ഇല്ല, ഈ അതിദാരുണമായ വേദനയുടെ നടുവിലും അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയാതിരിക്കുന്നു. സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കാര്യം, ഒരു പിതാവ് അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള
മകൻ, 6 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്, അപ്പനെയും മകനെയും ക്രിസ്തുവിശ്വാസം നിമിത്തം റോമൻ പടയാളികൾ പിടിച്ചു. ഇവരെ രണ്ടുപേരെയും വേറെ വേറെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞിന്റെ വേദന കണ്ട് ഈ അപ്പൻ വിളിച്ചു ചോദിച്ചു, മോനെ, പപ്പ ഒരു നിമിഷത്തേക്ക് യേശുവിനെ തള്ളിപ്പറഞ്ഞോട്ടെ, നിന്റെ കഷ്ടത, നിനക്ക് വരുന്ന പീഡ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുഞ്ഞു പറഞ്ഞു, പപ്പ അരുത്. ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ ഞാനൊരു ഭീരുവിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. പപ്പ സഹിച്ചു നിൽക്കുക. ചിലരെ കൂർത്ത് മൂർത്ത ആണികൾ തറച്ച ഒരു കൊച്ച് സെല്ല് പോലെയുള്ള ഇടത്തേക്ക് കയറ്റി നിർത്തും. ഒരാളിന്റെ നീളത്തിനും വീതിക്കും ഒത്ത മാത്രം. അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പമെങ്കിലും ഈ മുള്ളുകൾ പോലെയുള്ള ഈ ആണികൾ ശരീരത്തെ തുളച്ചു കയറും. അങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്ന അത്രയും മാത്രം ഇടമുള്ള സ്ഥലത്തേക്ക് ഒരാളിനെ കയറ്റി നിർത്തിയിട്ട് ദിവസങ്ങളോളം ധാന്യങ്ങൾ, ആഹാരമൊന്നും കൊടുക്കാതെ ഇട്ടിരിക്കുന്ന എലികളെ, റാറ്റ്സ്, എലികളെ, നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലത്ത്, നമ്മുടെയൊക്കെ വീടുകളിൽ പോലും എലിയുണ്ടെങ്കിൽ നമ്മളെ കടിക്കും. എന്നെ കടിച്ചിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ച്. എന്റെയൊക്കെ കാലും തള്ളവരലിന്റെ അവിടെയൊക്കെ ചുരണ്ട് തിന്നിട്ടുണ്ട് എലി. അപ്പോൾ നമ്മളൊക്കെ ഉള്ള വീടുകളിൽ പോലും എലി ഇതുപോലെ കടിക്കാറുണ്ടെങ്കിൽ, ദിവസങ്ങളോളം ആഹാരം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന എലികളെ ഈ മനുഷ്യന്റെ കൂട്ടിലേക്ക് തുറന്നു വിടുമ്പോൾ ഈ എലികളെല്ലാം കൂടെ ദേഹത്ത് കയറുകയും കാല് മുതൽ തുറന്ന് തിന്നാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇക്കിളിയുണ്ട്, വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, കാലനക്കാനൊക്കത്തില്ല. ഒരല്പമെങ്കിലും അനങ്ങാതെ നിൽക്കാൻ ഒക്കെ ഇല്ലല്ലോ. അപ്പോഴൊക്കെയും ഈ പച്ച മാംസത്തിലേക്ക് മുള്ളുകൾ, ഈ ആണികൾ തുളച്ചു കയറും. അങ്ങനെ ജീവനോട് തന്നെ എലികൾ ഇവരെ തിന്നുകളയുന്ന സ്ഥിതികളുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള പീഡകൾ അഴിച്ചുവിട്ട റോമൻ സാമ്രാജ്യം. ഞാൻ വായിച്ചിട്ടുണ്ട്, ഗർഭിണികളായ സ്ത്രീകളെ പോലും പലപ്പോഴും നഗ്നരാക്കിയിട്ട് അടുത്തടുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് ഇവരുടെ കാലുകളെ ആ വൃക്ഷക്കൊമ്പുകളോട് ചേർത്ത് കെട്ടും. ബ്രാഞ്ചസ് ഓഫ് ട്രീസ് വലിച്ചടുപ്പിച്ചിട്ടാണ്. ഭയങ്കര ടെമ്പറിലുള്ള ആ വൃക്ഷ കൊമ്പുകളെ വലിച്ചടുപ്പിച്ച് ഈ സ്ത്രീകളുടെ കാലുകൾ, ഗർഭിണികളായ സ്ത്രീകളുടെ കാലുകൾ അതിൽ കെട്ടി വളരെ ശക്തിയോടെ ഈ വൃക്ഷക്കൊമ്പുകളെ തിരിച്ചുവിടുമ്പോൾ അവ അവരുടെ പൂർവസ്ഥലത്തേക്ക് പോകുന്ന വഴി ഇവരെ രണ്ടായിട്ട് പിളർക്കും. ഗർഭസ്ഥ ശിശുവിനെ പോലും പരിഗണിക്കാതെ ക്രിസ്ത്യാനികൾ എന്ന ഒറ്റ കാരണത്താൽ ഇങ്ങനെ ദാരുണമായി ക്രൈസ്തവരെ പീഡിപ്പിച്ച റോമാ സാമ്രാജ്യത്തിന്റെ ഒരു ചിത്രമാണ് 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വെളിപ്പാടിൽ നാം കാണുന്നത്. വിശുദ്ധന്മാരുടെയും യേശുവിന്റെ ദാസന്മാരുടെയും രക്തം കുടിച്ച് മത്തയായിരിക്കുന്ന സ്ത്രീ. ഗർഭിണികളെന്നും സ്ത്രീകളെന്നും പ്രായമുള്ളവരെന്നും കുഞ്ഞുങ്ങളെന്നും ഒന്നും വകവയ്ക്കാതെ യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസ നിമിത്തം ദൈവസഭയെ മുടിച്ചു കളവാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച സാമ്രാജ്യം
അതിലേറ്റവും മുൻപിൽ നിൽക്കുന്നത് റോമാ സാമ്രാജ്യമാണ്. അതാണ് ഈ 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അർത്ഥം. അതേക്കുറിച്ച് അക്രൈസ്തവ എഴുത്തുകാർ പോലും എഴുതിയിട്ടുള്ളത് ചിലത് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായല്ലോ. സ്തോത്രം. മറ്റൊന്ന് മതം എന്നെടുത്താൽ മുമ്പേ കർത്താവിന്റെ ഓർപ്പിച്ചല്ലോ, റോമ മതം, റോമൻ കത്തോലിക്ക മതം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ദ വെസ്റ്റേൺ ചർച്ച്, ഓർത്തഡോക്സ് സഭകളെ ഈസ്റ്റേൺ ചർച്ച് എന്നും കത്തോലിക്ക സഭകളെ വെസ്റ്റേൺ ചർച്ച് എന്നുമാണ് അറിയപ്പെടുന്നത്. രണ്ടും അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. അങ്ങനെ ഈസ്റ്റും വെസ്റ്റുമായി പൗരസ്ത്യ സഭയെന്നും പാശ്ചാത്യ സഭയെന്നും തിരിഞ്ഞെന്ന് മാത്രം. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ പൗരസ്ത്യ സഭകൾ, ഈസ്റ്റേൺ ചർച്ചസ് എന്നാണ് അറിയപ്പെടുക. കത്തോലിക്ക സഭകൾ വെസ്റ്റേൺ ചർച്ചസ്, പാശ്ചാത്യ സഭകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അവർ രണ്ടും തെറ്റിപ്പിരിഞ്ഞവരെ, അടിച്ചു പിരിഞ്ഞതാ. ഇപ്പോൾ ഓർത്തഡോക്സും യാക്കോബായും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നത് പോലെ വഴക്കിട്ട് പിരിഞ്ഞതാണ് അവർ. ഇപ്പോൾ വീണ്ടും അവർ ഒരുമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അങ്ങനെ ആ കത്തോലിക്ക സഭ, പാശ്ചാത്യ സഭ, ക്രൈസ്തവ പീഠ ധാരാളം അഴിച്ചുവിട്ടിട്ടുണ്ട്. മുമ്പേ കർത്താവിന്റെ ദാസൻ എബ്രഹാം ജോസഫ് പാസ്റ്റർ പറഞ്ഞല്ലോ, ബ്രിട്ടൻ ഭരിച്ചിരുന്ന ക്വീൻ മേരി രാജ്ഞി, അവരെ വിളിക്കുന്നത്, അദ്ദേഹം ആ പേര് പറഞ്ഞു, ബ്ലഡി മേരി എന്നാണ് വിളിക്കുന്നത്. കാരണം ക്രൈസ്തവരെ എന്ന് വച്ചാൽ റോമൻ കത്തോലിക്കരല്ലാത്തവരെ, വേദപുസ്തകം അനുസരിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ ദാരുണമായി അവർ കൊന്നുമുടിച്ചു. ഏതാനും ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ധാരാളം പേരെ അവർ രക്തസാക്ഷികളായി കൊന്നു. അവർ കൊന്നുമുടിച്ചു. ക്രിസ്ത്യാനി എന്നാണ് അവരുടെ പേര്. പക്ഷേ the Roman Catholic Church had unleashed most vicious persecutions against biblical Christians. വേദപുസ്തകം വിശ്വസിക്കുകയും അനുസരിക്കുകയും വായിക്കുക പോലും ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രൂരമായ പീഡന പരമ്പരകൾ അഴിച്ചുവിട്ട ഒരു മതസംഘടന ഉണ്ടെങ്കിൽ അത് റോമൻ കത്തോലിക്ക മതസംഘടനയാണ്. ഇംഗ്ലണ്ടിലെ രാജ്ഞി ബിറ്റ്വീൻ 1555 and 58, 1555-നും 1558-നും ഇടയിൽ തന്നെ അവർ ഏതാണ്ട് 288 ക്രിസ്ത്യാനികളെ ജീവനോടെ തൂണുകളിൽ കെട്ടി തീ വെച്ച് ചുട്ടുകൊന്നു. Between these 3 years, 1555 and 58, this Queen Mary, Elizabeth, this Queen Mary, ഇംഗ്ലണ്ടിലെ കത്തോലിക്ക ക്വീൻ ആയിരുന്ന മേരി, അവരെയാണ് ബ്ലഡി മേരി എന്ന് വിളിക്കുന്നത്.
രക്തം ചൊരിയിച്ചിട്ടുള്ള മേരി. അവർ 288 ക്രൈസ്തവരെയാണ് ജീവനോടെ സ്തംഭത്തിൽ, കുറ്റിയേൽ, തൂണേൽ കെട്ടിയിട്ട് കൊന്നിട്ടുള്ളത്, ചുട്ടുകൊന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം അവർ കൊന്ന ഒരാളിന്റെ പേര് ജോൺ റോജേഴ്സ് എന്നായിരുന്നു അത്രേ. ജോൺ റോജേഴ്സ്. അയാളിൽ നിന്ന് തുടങ്ങിയതാണ് 288 പേര്. റോജേഴ്സിനെ കുറിച്ച് ഒരു ഫ്രഞ്ച് അംബാസിഡർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. വൈൽ ജോൺ റോജേഴ്സ് വാസ് ബീങ് ലെഡ് ടു the stake to be burned alive, he was so joyfully walking to the place of his execution. It says he was walking to that death as if he was walking to his wedding. ജീവനോടെ കുറ്റിയോട് ചേർത്ത് കെട്ടി തീ വെച്ച് കൊല്ലുവാൻ വേണ്ടി ജോൺ റോജേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം നടന്നുപോയ ആ സന്തോഷ അവസ്ഥകളെ കുറിച്ച് കണ്ടുകൊണ്ടാണ് ഫ്രഞ്ച് അംബാസിഡർ പറഞ്ഞത്, കല്യാണവേദിയിലേക്ക് നടന്നു പോകുന്ന സന്തോഷത്തോടുകൂടെയായിരുന്നു ജോൺ റോജേഴ്സ് മരണത്തിനായി പോയിക്കൊണ്ടിരുന്നതെന്ന്. സ്തോത്രം. അതെ, വിശുദ്ധന്മാർ അങ്ങനെയായിരുന്നു. പോളികാർപ്പിന്റെ കാര്യം കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. 83ഓളം വയസ്സുള്ള പോളികാർപ്പിനെ കൊണ്ടുപോകുമ്പോഴും അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊന്ന് വേഗം ചെയ്തു തരുമോ, എനിക്കെന്റെ വീട്ടിൽ പോകണമെന്ന്. അദ്ദേഹത്തെ കുറ്റിയോട് ചേർത്ത് കെട്ടാൻ നേരം പറഞ്ഞു, വേണ്ട, എന്നെ നിങ്ങൾ ചേർത്ത് കെട്ടണ്ട. പടയാളികൾ പറഞ്ഞു, ഇല്ല, തീ വെക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടും. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഓടത്തില്ല, എന്നെ കെട്ടണ്ട. അദ്ദേഹത്തെ അതുകൊണ്ട് കുറ്റിയോട് ചേർത്ത് കെട്ടിയില്ല. താൻ തന്നെ കുറ്റിയോട് ചാരി നിന്നതേ ഉള്ളൂ. വിറകടുക്കി തീ കൊടുത്തു. താൻ ഏറെ സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, സുസ്മേരവദനായി, സ്തോത്രം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. പ്രൈസ് ഗോഡ്. എന്നാൽ ആ തീക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലത്രേ. ഒടുവിൽ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി കൊല്ലാൻ വേണ്ടി. ആ രക്തം ഒഴുകി തീ കെട്ടുപോയി. രക്തം മാർന്ന് അദ്ദേഹം മരിച്ചു. അങ്ങനെ എത്രയെത്ര ഭക്തന്മാർ. പക്ഷേ ഒന്ന്, പോളികാർപ്പിനെ റോമൻ ഭരണകൂടമാണ് കൊന്നതെങ്കിൽ ഈ റോജേഴ്സ് ഉൾപ്പെടെയുള്ള ഭക്തന്മാരെ റോമൻ കത്തോലിക്ക മതമാണ്, റോമൻ കത്തോലിക്ക സഭയാണ് കൊന്നത്. മുമ്പേ ദേവദാസൻ അക്കാര്യം ഓർപ്പിക്കുകയുണ്ടായല്ലോ. വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയ ഭക്തന്മാർ ഉൾപ്പെടെയുള്ളവരെ റോമൻ കത്തോലിക്ക സഭ കൊന്നുമുടിച്ചു. അതെ, ഇങ്ങനെയുള്ള ക്രൈസ്തവ പീഠ അഴിച്ചുവിട്ട ഈ വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചു മത്തയായിരിക്കുന്ന ഒരു പട്ടണമുണ്ടെങ്കിൽ, ഒരു മതമുണ്ടെങ്കിൽ, അത് വാക്കും ഭാഷണവുമില്ലാതെ വിളിച്ചു പറയുന്നു, ആ നഗരം റോമാ നഗരമാണ്, ആ മതം റോമൻ കത്തോലിക്ക സഭയാണ്. അപ്പോൾ ഈ സ്ത്രീയെ പരിചയപ്പെടാൻ ഇനിയും വേറൊന്നും വേണ്ടല്ലോ. പ്രധാനപ്പെട്ട 4 തെളിവുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. മറ്റു ചിലതും കൂടെ
പെട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ സെമിറാമീസിന്റെ പഠിപ്പീരുകളെ കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പറഞ്ഞില്ല. ഒന്ന് രണ്ടെണ്ണം ഒന്ന് സൂചിപ്പിച്ചു വിടുന്നത് നന്നായിരിക്കും. സെമിറാമീസ് പഠിപ്പിച്ചത് she herself was the way to God. She herself was the way to God. മനുഷ്യർക്ക് ദൈവത്തിങ്കലേക്കുള്ള ഏക വഴി സെമിറാമീസ് ആണെന്ന് അവൾ പഠിപ്പിച്ചു. അങ്ങനെയാണ് അവൾ ക്വീൻ ഓഫ് ഹെവൻ, ആകാശരാജ്ഞി എന്ന പേര് സ്വീകരിച്ചത്. ആകാശരാജ്ഞി എന്ന പേര് സ്വീകരിച്ചത്. ദൈവത്തിങ്കലേക്കുള്ള വഴി അവളാണെന്ന് പഠിപ്പിച്ചു. ക്വീൻ ഓഫ് ഹെവൻ. രണ്ടാമത് അവൾ പഠിപ്പിച്ചു, ഓൺലി he has the authority to administer salvation to humanity through some rituals like sprinkling of holy water. വിശുദ്ധ ജലം തളിക്കുക തുടങ്ങിയ ചില കർമാദികളിലൂടെ മനുഷ്യർക്ക് രക്ഷ നൽകുന്നതിനുള്ള, മനുഷ്യരെ രക്ഷിക്കുന്നതിനുള്ള ഏക അധികാരവും അവളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് അവർ പഠിപ്പിച്ചു. വിശുദ്ധ ജലം തളിക്കുന്നതും രക്ഷയ്ക്കു വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ എവിടെ നിന്നാണെന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. സ്തോത്രം. That she alone could administrate salvation to the sinner through various sacraments such as sprinkling of holy water. ശുദ്ധജലം തളിക്കുന്നതൊഴി അതുപോലെയുള്ള പല കർമ്മങ്ങളിലൂടെ, കൂദാശകളിലൂടെ പാപിക്ക് രക്ഷ നൽകുന്നതിനുള്ള അധികാരം അവളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. കണ്ടോ, ശുദ്ധജലവും വെഞ്ചരിപ്പും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്നും വന്നു എന്ന്. രക്ഷയ്ക്കു വേണ്ടി ഇടനിലക്കാരെ എവിടെ നിന്നും കൊണ്ടുവന്നുവെന്ന് കണ്ടോ. ഇതുപോലെയുള്ള പല പഠിപ്പീരുകളും ഈ സെമിറാമീസ് വെച്ചു പുലർത്തി. ഇങ്ങനെയുള്ള ആചാരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, BC 2000, ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം എന്ന പിതാവിനെ ദൈവം വിളിച്ചിറക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചിറക്കിയത്. സ്തോത്രം. വിളിച്ചിറക്കി സത്യദൈവത്തെ കുറിച്ചുള്ള ബോധം നൽകി. സത്യദൈവത്തെ കുറിച്ചുള്ള ബോധം നൽകി. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ യെഹെസ്കേലിലും യിരെമ്യാവിലുമൊക്കെ കണ്ടതുപോലെ അബ്രഹാമ്യ തലമുറകൾ, സന്തതികൾ അബ്രഹാം വിട്ടിട്ടു പോന്ന ബാബിലോണ്യ മതത്തിലേക്ക് മടങ്ങിപ്പോയി. അതിലേക്ക് മടങ്ങിപ്പോയി തിരികെ വരാതെ അതിൽ തന്നെ തുടർന്നപ്പോഴാണ് ദൈവം അവരുടെ തലമുറകളെ അതേ ബാബിലോൺ നഗരത്തിലേക്ക് അടിമകളാക്കി പറഞ്ഞയച്ചത്.
നമ്മളെ കാര്യങ്ങളും നേരത്തെ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഈ നിലകളിൽ ഈ മതം, ഈ മ്ലേച്ഛയായ സ്ത്രീ അന്ന് മുതലേ പടർന്ന് വളർന്നു വരികയാണ്. അവളുടെ അവസാനം ഈ പറയുന്ന 7 കലശ ന്യായവിധികളുടെ അവസാന കാലത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. So this is one of the ancient religions in the world which went astray from the true God, found creatures or made creatures as their gods, established or administered sacraments, tried through mediators. മുമ്പേ നമ്മൾ കേട്ടതുപോലെ ഇങ്ങനെയൊക്കെയുള്ള വ്യാജ മതത്തിൽ നിന്നും ആചരണങ്ങളിൽ നിന്നും സത്യത്തിലേക്ക് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിറക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം. പൗലോസ്ലീഹ ഗലാത്യ സഭയോട് പറയുന്നത് പോലെ 4-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ, സ്തോത്രം, എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ, നമുക്കത് വായിച്ച് നിർത്താം. Formerly, when you did not know God, you were slaves to those who by nature are not gods. But now that you know God, or rather are known by God, how is it that you are turning back to those weak and miserable principles? Praise Do you God. wish? Enough. Thank you. കണ്ടോ, 8-ാം വാക്യം, we were slaves to false gods while we were not knowing the true God. We were slaves to them. Those are not at all gods by nature. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവയ്ക്ക് നാം ഒരിക്കൽ അടിമപ്പെട്ടിരുന്നു. അന്ന് നമുക്ക് സത്യദൈവത്തെ അറിഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ 9-ാം വാക്യം പറയുന്നു, now we know God, rather we are known by God. പക്ഷേ ഇപ്പോൾ നാം ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നമ്മെയും അറിയുന്നു. എത്ര മഹാഭാഗ്യാണെന്ന് നോക്കിക്കേ. സ്വഭാവത്താൽ പ്രകൃതിയാൽ ദൈവങ്ങളല്ലാതിരുന്നവയെ ദൈവങ്ങളെന്ന് വിളിച്ച് ജീവിച്ച കാലത്ത് നിന്ന് കർത്താവ് നമ്മെ വിളിച്ചിട്ട് സത്യദൈവത്തെ നമുക്കറിയാൻ ഭാഗ്യം തന്നു. സത്യദൈവത്തെ നാം അറിഞ്ഞെന്ന് മാത്രമല്ല, സത്യദൈവം നമ്മെയും അറിയുന്നു. ആ ദൈവത്താൽ നാം അറിയപ്പെടുന്നു. എന്തൊരു ഭാഗ്യമാണിത്. സ്തോത്രം. ഇതെന്ത് ഭാഗ്യം. യേശുനാഥനോട് ചേർന്നു ഞാനിതാ. നമ്മുടെ ഭാഗ്യം ഇതാണ്. നാമും ഇവരെ പോലെയൊക്കെ ഈ ദൈവങ്ങളല്ലാത്തവയെ ദൈവങ്ങളെന്ന് കണ്ട് വിളിച്ച് ജീവിച്ചിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് നമുക്ക് അവയിൽ നിന്നും നൽകിയ വിമോചനത്തിനായി സ്തോത്രം, സത്യദൈവത്തെ അറിയാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം, സത്യദൈവം നമ്മെയും അറിയുന്നതിനായി സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ സത്യദൈവത്തെ മറ്റുള്ളവർക്കും അറിയിച്ചുകൊണ്ട് നമ്മുടെ ജീവകാലം കർത്താവിന്റെ വരവിനായിട്ടുള്ള പ്രത്യാശയോടെ കഴിപ്പാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ ഈ വചനങ്ങൾ മുഖാന്തരങ്ങളായി തീരട്ടെ
എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ഗോഡ്.